ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും നിങ്ങളുടെ കുടുംബങ്ങളെ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പുരാൻ നിങ്ങളെ നിറയ്ക്കട്ടെ. ദീർഘായുസം പൂർണ്ണ ആരോഗ്യ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെ വാഴട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. ആമേൻ. ഇതെൻ്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. ഇതെപ്പോഴും ഓർക്കേണ്ട വചനം കേട്ടോ. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജനതയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10:34-35. അപ്പോൾ ഈ ലോക സൃഷ്ടി നമുക്ക് മുഖപക്ഷമുണ്ട്. നമുക്ക് 3-4 മക്കളുണ്ട്. ഒരു മകൻ ഭയങ്കര മിടുക്കൻ, ഒരു മകൻ പഠിക്കൂല, ഒരു മകൻ പറഞ്ഞാൽ കേൾക്കൂല. ഇവർക്ക് ആർക്കെങ്കിലും ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ തിരിച്ചു നീ പറഞ്ഞാൽ കേൾക്കൂല, ഇവനെ കഞ്ഞി കൊടുക്കാണ്ടിരിക്കുമോ? ഇല്ലല്ലോ. ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിതാവായി ഞാൻ എത്രയധികം. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ സുഖാടിച്ച് ജീവിക്കണം. നമ്മൾ ഈ ലോകമോഹത്തിൽപ്പെട്ട് ദൈവത്തിന് മുഖപക്ഷമില്ലേ എന്നും ഏത് ജനതയിലും അവനെ ഭയപ്പെട്ടെന്ന് പറഞ്ഞാൽ അയ്യോ ദൈവമേ പേടിച്ച്, ആ പേടിയല്ല പറഞ്ഞാൽ അവനെ ഭയപ്പെട്ടെന്ന് പറഞ്ഞാൽ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ എൻ്റെ ദൈവം ഇത് ദൈവത്തിന് ഇഷ്ടമല്ലല്ലോ, ഇത് ദൈവം പറഞ്ഞത് ഇങ്ങനെ ചെയ്യരുതെന്നല്ലോ എന്നോർത്ത് അവനെ ഭയപ്പെട്ട്, അവൻ്റെ കൽപ്പനകളെ ഭയപ്പെട്ട്, അവൻ അയൽക്കാരനെതിരെ നിൽക്കരുതെന്ന് പറഞ്ഞാൽ അവനെതിരെ കേസ് കൊടുക്കരുത്, അത് ദൈവത്തിന് ഇഷ്ടമല്ല. അപ്പം സഹോദരനെതിരെ നിൽക്കരുതെന്ന് പറയുമ്പോൾ അത് നിൽക്കരുത്, കാരണം ദൈവത്തിനെതിരായിട്ട് നിൽക്കുക. ആ കൽപ്പനകൾ, ആ വചനത്തിനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. അപ്പം ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ വായിന്ന് പുറപ്പെട്ട കൽപ്പനകളെ ആണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അത് നമ്മൾ അതനുസരിച്ച് അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ അവൻ ആ നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. ദൈവം അംഗീകരിച്ച മനുഷ്യൻ്റെ അവസ്ഥയെന്നാണ്. അപ്പോൾ നമ്മളത് എപ്പോഴും ഓർക്കണം. ദൈവത്തിന് ഒരിക്കലും മുഖപക്ഷമില്ല. അപ്പോൾ എന്നെ വിശേഷമൊക്കെ ഈസ്റ്ററൊക്കെ എല്ലാം അടിപൊളിയായെന്ന് വിശ്വസിക്കണം. എല്ലാ ദിവസങ്ങളും എന്ത് പെട്ടെന്ന് പോവുമല്ലേ. ഈസ്റ്റർ വന്നു, ഓണം വന്നു, ക്രിസ്മസ് വന്നു, ഈസ്റ്റർ വന്നു, ഓണം വന്നു, പെരുന്നാൾ വന്നു. ഈ മാസം ഇപ്പോൾ മൊത്തം വിഷു, പെരുന്നാൾ, ഈസ്റ്റർ. ഇതൊരു നല്ല സിൽക്കിൻ്റെ ആട്ടോ. ഒറിജിനൽ ഇങ്ങനെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ടെസറിൻ്റെ അല്ല, ജൂട്ട് മിക്സായ നല്ല ഒറിജിനൽ സിൽക്കാണ്. എന്ന് വെച്ചാൽ സെമി സിൽക്കല്ല, മൊഡാലല്ല, ഇങ്ങനെ വേണ്ടാന്ന് പേര് പറഞ്ഞ് ഞാൻ വിട്ടും. 2290 നല്ലൊരു സെറ്റാട്ടോ, നല്ലൊരു സ്റ്റാൻഡേർഡ് സെറ്റാണ് സിൽക്ക്. ആ ജൂട്ട് മിക്സിങ് ഉള്ള ജൂട്ടൂടെ ഉള്ള സൂപ്പർ ഡസ്റ്റി ചാർട്ടാണ്. പക്ഷെ നല്ല സെറ്റാണ്. ഒരു പ്രിൻ്റ സിൽക്കിൻ്റെ ഒക്കെ സെയിം പ്രതീതി തോന്നിക്കും. നല്ലൊരു ഗ്രീൻ, നല്ല പേസ്റ്റൽ ഗ്രീൻ. വില ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് കാണിക്കണേ. ഇത് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് ഷെയർ ചെയ്യാൻ ഓർക്കണം കേട്ടോ. അപ്പം യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് തരാം കേട്ടോ. ഞാൻ പണ്ട് അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഞാനിങ്ങനെ നിങ്ങളോട് പറഞ്ഞു തുടങ്ങിയ പിന്നെ അപ്പം ഞാനും എനിക്കിഷ്ടപ്പെട്ട കാണുന്ന വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യും. ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുമല്ലേ, അപ്പം ഞാനും അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി. അന്നേരം അവരുടെയൊക്കെ കൂടുതൽ വീഡിയോസും ഇപ്പം ചെടിയുടെയൊക്കെ ചെയ്യുമ്പോൾ പല പല ചെടികളുടെയും എനിക്ക് ചെടിയാണ് ഏറ്റവും ക്രേസ്. ആഷ് നല്ല രസട്ടോ. 2290 ആണ്. ഈസ്റ്റർ, വിഷു അങ്ങനെയൊന്നുമില്ല. ബേജ് എപ്പോഴും ഒരു റാണി കളറാട്ടോ. എന്ന് വെച്ചാൽ റാണി എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഇത് ഔട്ട് ഓഫ് ഫാഷൻ ആവില്ല. നമ്മൾ ഈ ചുരിദാർ തന്നെ നേരത്തെ ചെയ്തേക്കുന്നതാണ്. അത് എപ്പോഴും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. വിലയ്ക്ക് വലിയ കുറവൊന്നുമില്ല. 1690 1699 ആണ്. ബാക്ക് പ്ലെയിൻ ആണ്. പക്ഷേ ഈ സെയിം മാർക്കിൽ തന്നെ എപ്പോഴും ഇത് വന്നത്. പക്ഷെ പെട്ടെന്ന് തീരുകയും ചെയ്യും. നല്ല സംഭവം കേട്ടോ. 1699 സിൽക്കിൻ്റെ ഷോൾ. ഇത് ഒരു കോട്ട പോലത്തെയാണ്, പക്ഷെ നല്ല കൂടിയ സംഭവം കേട്ടോ. ഇത് സോഫ്റ്റ്, അങ്ങനെ സിൽക്കി കോട്ടയല്ല, നല്ലൊരു വിത്ത് ലൈനിങ്. 1399 ഉള്ളൂ. കോട്ടയുടെ ഷോളും ഒക്കെ അതുപോലെ ഭയങ്കര രസമുള്ളതാണ് കേട്ടോ.
എനിക്ക് ഈ മെറ്റീരിയലേ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ഷോളും ഇതും ഒക്കെ. സിമ്പിൾ വർക്ക്, ഒരു വീനക്ക് സിമ്പിൾ വർക്ക്. പക്ഷേ ഇവിടെയൊക്കെ ഇങ്ങനെ വർക്കൊക്കെ ഉണ്ട്. അത് ഹാൻഡ് വർക്കാണ് ചെയ്തേക്കണേ. അതിലൊരു റണ്ണിങ് ഇട്ടപ്പോൾ ഷാഡോ വർക്ക് പോലെ. ഇല്ല, അത് ഷാഡോ വർക്ക് ചെയ്തേക്കണേന്നോ? അല്ല, ഒരു പീസ് വെച്ച് വർക്ക് അടിച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഷാഡോ വർക്ക് ചെയ്തേക്കണ പ്രതി ആപ്ലിക്ക് വർക്ക് എന്നിട്ട് പെയിൻ്റ് അടിച്ചേക്കുക. കുറേ പണി ഇതിൽ ചെയ്തിട്ടുണ്ട്. ഈ ഇതിൽ നല്ല സംഭവം കേട്ടോ. 1399 ഉള്ളൂ. പക്ഷേ 1390 ഉള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ അവർ മുടക്കിയിട്ടുണ്ട്. അതെടുക്കാൻ നല്ല ഈ പീസ് വെച്ച് ഇങ്ങനെ വെച്ച് അടിച്ചിട്ട് പിന്നെ പെയിൻറ്റിങ്ങും ചെയ്ത് മുകളിൽ റണ്ണിങ് ഇട്ട് വർക്കും ഒക്കെ ചെയ്ത് മൊത്തം ഗ്രാൻഡ് ആക്കിയിട്ടുണ്ട്. ആകെ 1399 ഉള്ളൂ. 1390 ഉള്ളൂ. നല്ല ഷോളിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് പെയിൻറ്റിങ് അല്ലേ? അയ്യോ, അടിയിൽ പീസ് വെച്ചിട്ടില്ല, സോറി, പെയിൻറ്റിങ്. അയ്യോ, ഇത് ഇത്രയും പെയിൻറ്റിങ് ആട്ടോ. ഞാനോ ടോപ്പി പീസ് വെച്ചിട്ടുണ്ട്. ഇത് പീസ് വെച്ചിട്ടില്ല അല്ലേ? ടോപ്പി പീസ് വെച്ചിട്ടുണ്ടോ? ഇല്ല, പെയിൻറ്റിങ് തന്നെ. എന്നിട്ട് റണ്ണിങ് അടിച്ചേക്കണതാ. ടോപ്പി പീസ് വെച്ചിട്ടില്ല, പെയിൻറ്റിങ്. തോന്നിക്കും. നല്ല സ്റ്റൈലിൽ സംഭവം കലക്കിയിട്ടുണ്ട്. ബോധമൊക്കെ ഉണ്ട് അവർക്ക്. നല്ല ഗ്രാൻഡ്, ഒരു നല്ല ഗ്രാൻഡ് ലുക്കും ഇല്ലേ? നല്ല കളറും ഷോളും ഒക്കെ എന്ത് രസം. 1390 ഉള്ളൂ. വേണ്ട ഷോളൊക്കെ നല്ല ഭംഗി. സൂപ്പർ സെറ്റ് കേട്ടോ. ഇത് പൗഡർ ബ്ലൂ. നല്ല സെറ്റുകളാണ്. അടിപൊളി സെറ്റൊക്കെ പെട്ടെന്ന് എടുത്തു. 1390 ഇത് ഗ്രാൻഡ് സെറ്റാട്ടോ. ഇത് നല്ല സെറ്റാട്ടോ. കക്കോബ പ്രിൻ്റഡിൽ ബാക്ക് ഇങ്ങനെ പ്രിൻ്റാട്ടോ. 1190 ഉള്ളൂ. നല്ല ഇറക്കമൊക്കെ ഉണ്ട്. നല്ലൊരു സെമി സിൽക്കിൻ്റെ ഷോളുമാണ്. അല്ല അല്ല 1190. ഈ പാനൽ വർക്ക് ഇങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഗുണമുണ്ട്. എനിക്ക് വേണം വണ്ണമുള്ളവർക്ക് ഒത്തിരി നല്ലതാണ്. പാനൽ വെച്ച വണ്ണം കുറവ് തോന്നിക്കുന്നൊരു. ഞാൻ നേരെ ഒരു ചുരിദാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതല്ല കേട്ടോ പാനൽ വറിൻ്റെ. തയ്ച്ച് നോക്കുമ്പോൾ അറിയാം. ബാക്ക് ഇങ്ങനെ പ്രിൻ്റേ ഉള്ളൂ കേട്ടോ. എംബ്രോയ്ഡറി ഇല്ല, കക്കോബയില്ല. 1190 അല്ലേ? ഇല്ല, അങ്ങനെയല്ലേ? $1190. അടിപൊളി സംഭവങ്ങളാണ്. 1190 ഉള്ളൂ. പെട്ടെന്ന് ഇത് നല്ല ഇതിങ്ങനെ ഇതും പാനലാണ്. ഇത് ഒരു കൂടിയ കോട്ടൺ ആട്ടോ. ഇങ്ങനെ സെൽഫ് പ്രിൻറ്റും ഉണ്ട്. ഇവിടെ എംബ്രോയ്ഡറി ഉണ്ട്. ഇവിടെ ഒരു റോഷ്യോ ഇതുമുണ്ട്. പ്യുർ കോട്ടൺ. അടിപൊളി ഷോളൊക്കെ ആട്ടോ. അടിപൊളി ഷോളാണ്. പെയിൻറ്റിങ് ഉണ്ട്. രണ്ട് വശം ബോർഡറും ഉണ്ട്. ബോട്ടോ ഇത് 1299 ഉള്ളൂ. നല്ല കോട്ടൺ ആട്ടോ. നല്ല സെറ്റ്. നല്ല കളർ ചാർട്ടും. ഇറക്കല്ലാത്തതിന് 47 കിട്ടും. നിങ്ങൾ വെക്കേഷന് ടൂറൊക്കെ പോകണ്ടോ? മൂവാറ്റുപുഴ കൂടി ആര് പോയാലും കയറണേ. മൂവാറ്റുപുഴ
എല്ലാം എപ്പോഴും അകലക്കാരൊക്കെ ഒരാളുടെ ഇതിൽ കൂടെ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് കയറണം കേട്ടോ. യേശോപ്പാ സ്തോത്രം. 1190. ഡിസൈൻ വ്യത്യാസമുണ്ട്. അടിപൊളി സംഭവമാണ്. 1190. ഗ്രീൻ. സൂപ്പർ സംഭവം. 1190. ഇത് നമ്മുടെ സോഫ്റ്റ് സിൽക്ക്. എനിക്ക് ഷോള് കാണുമ്പോൾ ഇത് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റാട്ടോ. അതുപോലെ സോഫ്റ്റാണ്. നല്ലൊരു സെൽഫ് പ്രിൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ക്രോസ് ഇങ്ങനെ റോ സിൽക്കിൻ്റെ കൂട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ഷോള് നല്ല രസമാട്ടോ. ഇങ്ങനെ ജെറി വർക്കൊക്കെ ഉള്ളൊരു ഷോള്. 1690. നമ്മളിതല്ല, പക്ഷേ ഈ മോഡലൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വേറെ മോഡൽ വന്ന 1690 ഉള്ളൂ. ഫങ്ഷനൊക്കെ പോകാൻ ആൾക്കാർക്ക് ഇടാനൊക്കെ നല്ലതാണ്. ഡെയിലി ഇങ്ങനെ റെഫ്യൂസ് ആയാലും കുഴപ്പമില്ല. കാഷ്വൽ വെയർ ആയിട്ട് ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല കളറ്. 1690. നല്ലൊരു ബ്ലൂവിൻ്റെ ഇതൊരു ലൈലാക്ക്. അടിപൊളിയാണ്. ഗ്രീൻ. $1690. നല്ല സംഭവം കേട്ടോ. ഇനി കോട്ടൻ്റെ ആട്ടോ. ഇത് താഴെ വർക്ക് വരുത്താം. പ്യുവർ കോട്ടൺ ആട്ടോ. ക്രോഷ്യോ ഞാനിങ്ങനെ മേളിയിട്ട് ഇങ്ങനെ യോക്ക് വെച്ചാട്ടോ കാണിക്കാൻ പോണേ. താഴെ വർക്ക് ബാക്ക് ഇങ്ങനെ പ്രിൻ്റഡ് ആട്ടോ. പ്യുവർ കോട്ടൺ ആണ്. 1599 ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഷോളും ഒറിജിനൽ ക്രേപ്പാണ്. ഷോളിൻ്റെ അരികത്തൊക്കെ ഇങ്ങനെ ക്രോഷ്യോ വർക്കുണ്ട്. ഇത് കണ്ടോ, അരികത്ത് ഇങ്ങനെ ലേസ് വർക്ക് പോലെ ഇങ്ങനെ ക്രോഷ്യോ വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ട ഇങ്ങനെ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത ബോട്ട. നമ്മുടെ വില കൂടിയ കോട്ടയൊക്കെ ഇല്ലേ, അവരുടെ കുടുംബത്തിൽ ജനിച്ചതാണ്. അവിടെയാണ് പ്രൊഡക്ഷൻ. 1599 ഉള്ളൂ. ക്രോഷ്യോയും ഉണ്ട്. നല്ല സെറ്റാണ്. പ്യുവർ കോട്ടൺ ഗ്രാൻഡ് സെറ്റാണ്. ഈ കാലത്ത് പ്യുവർ കോട്ടൺ ഭയങ്കര ഡിമാൻഡാണ്. നല്ല കളർ കോമ്പിനേഷൻ. ഇതിൻ്റെ പ്രിൻറ്റും ഇതുമെല്ലാം ഭയങ്കര ഡിമാൻഡാണ്. വേഗം എടുത്തു, പെട്ടെന്ന് തീരും. 1599. നല്ല കളർ ചാർട്ടുകളുമാണ്. ഇത് പിന്നെ എന്നും ഫാഷൻ. ഒരു കാലത്ത് ഈ ഫാഷൻ പോകില്ല. എവർഗ്രീൻ ചുരിദാറെന്ന് അറിയപ്പെടുന്നത്. ഇത് യെല്ലോയും മാഷും. അടിപൊളി സെറ്റാട്ടോ. ഗ്രാൻഡ് സെറ്റാണ്. $1599 ഉള്ളൂ കേട്ടോ. ഇത്രയും ക്രോഷ്യോ വർക്കൊക്കെ ഉണ്ട് കേട്ടോ. അതേ കണ്ടോ, ക്രോഷ്യോ ലേസ് എന്തോരമാണെന്ന് കണ്ടോ. ഇതാ പ്രിൻ്റ് വ്യത്യാസം കേട്ടോ.
ഇത് ജോർജറ്റ് അല്ല, വിചിത്ര സിൽക്കിൽ അതേ തിക്ക് വർക്ക്, നിറച്ച് വർക്ക്, വലിയ വിലയില്ല കേട്ടോ. ഈ വർക്കും വിലയും കണ്ടിട്ട് ഞാൻ എടുത്ത 1190 രൂപയുള്ളൂ. 1190 ഉള്ളൂ. വിത്ത് ലൈനിങ് നല്ല ബോട്ടം സോഫ്റ്റ് സിൽക്കിൻ്റെ ബോട്ടം കേട്ടോ. 1190 ഉള്ളൂ. സൂപ്പറാട്ടോ. ബ്ലാക്ക് നല്ല എംബ്രോയ്ഡറി അല്ലേ, നിറച്ച് തിക്കായിട്ട് എംബ്രോയ്ഡറി ഇഷ്ടമുള്ളവർക്ക് സൂപ്പറാണ്. നല്ലൊരു സിൽക്കുമാണ്. അടിപൊളി അടിപൊളി. ടീൽ ബ്ലൂ, $1190 അല്ലേ? ഇത് കോട്ടനാട്ടോ. പക്ഷെ ഇപ്പം കണ്ടപ്പോൾ പെട്ടെന്ന് നിങ്ങൾ 1900 ഒക്കെ ക്രേപ്പ് 1800 ആ മോച്ചായി തോന്നിയില്ലേ? എനിക്കും അങ്ങനെ അബദ്ധം പറ്റി. 899 രൂപയുള്ളൂ കേട്ടോ. ബാക്ക് ഇങ്ങനെ കേട്ടോ, റയോൺ കോട്ടൺ. ഇത് ഷോള് പക്ഷേ 2 ഉള്ളൂ കേട്ടോ. അത് തേക്കുമ്പോൾ ഒക്കെ നിവരുമെന്ന് എനിക്ക് വേണം, ഇങ്ങനെ ചുരുണ്ട് നിന്നിട്ടാണെന്ന് എനിക്ക് തോന്നണേ. ബോട്ടം റയോൺ സൂപ്പർ സംഭവം അല്ലേ? 899 രൂപയുള്ള നല്ല പ്രിൻ്റ്. ഇതിൻ്റെ ആ പ്രിൻ്റ് സെയിം വില കൂടിയതിൻ്റെ കൂപ്പി അടിച്ചേക്കുക. ഷോളും അങ്ങനെ തന്നെയാണ്. എനിക്ക് വേണമെങ്കിൽ ഡൈ ചെയ്തപ്പോൾ നീളം കുറഞ്ഞായിരിക്കും, തേക്കുമ്പോൾ വരുമായിരിക്കും. 899. ഇഷ്ടപ്പെട്ടവർ ചാടി ചാടി വെബ്സൈറ്റിലെടുത്തു, അല്ലാത്തവർ 4 നമ്പറുണ്ട് ഓർഡർ ത്രൂ. ആ നമ്പേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. പെട്ടെന്ന് സാധനം എടുത്തു. വെക്കേഷൻ വരുന്ന കാരണം എപ്പോഴും ആൾക്കാർ കയറും, വീഡിയോ പിടിച്ച് വെച്ചേക്കണ വരെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ സാധനമൊക്കെ പെട്ടെന്ന് തീരട്ടെ. അപ്പോൾ വെക്കേഷൻ ഒരു രസമല്ലേ അല്ലേ? പരീക്ഷയൊക്കെ കഴിഞ്ഞ് പണ്ട് നമ്മൾ മാങ്ങ പറക്കലും, എൻ്റെ ദൈവമേ ആ വെക്കേഷൻ എന്നാലേ 2 മാസം ഇത് രസമായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പോൾ മാങ്ങ പിരിഞ്ഞ് പൂത്തിട്ടേ ഉള്ളൂ. മാവ് കാലാവസ്ഥ മാറിയതേ. ഞങ്ങളുടെയൊക്കെ മാവ് ഇപ്പോൾ പൂത്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ മാങ്ങപ്പഴയോ? മാങ്ങയായോ? വെള്ളമില്ലാഞ്ഞിട്ട് എൻ്റെ മാവ് പൂത്തേക്കുക, നിറച്ച് പൂത്തിങ്ങി മതിയായിരുന്നു. മൂത്ത് കായ വലിച്ച് മഴയൊക്കെ പെയ്ത് അപ്പടി മാങ്ങാപ്പഴമൊക്കെ ആയി. അപ്പോൾ അല്ല, പണ്ട് ഈ മാർച്ചിൽ മാങ്ങ പയ്യെ ചാടി തുടങ്ങുമായിരുന്നു. ഈസ്റ്ററൊക്കെ വരുമ്പോൾ കാറ്റും മഴയും വരുമ്പോൾ മാങ്ങ പറക്കാൻ പോയി. ഇതൊരു രസം. ഭക്ഷണം തന്നെ മാങ്ങാപ്പഴമാണ്. നല്ല ഇറക്കമൊക്കെ കിട്ടും കേട്ടോ. 46, 47 ഇറക്കം കിട്ടുവേ. അന്ന് എൻ്റെയൊക്കെ വീട്ടിൽ എപ്പോഴും ചോറുണ്ണണം. എൻ്റെ അപ്പനാട്ടോ നിർബന്ധം. എനിക്ക് രാവിലെ നേരം വെളുത്താൽ ചക്കപ്പഴം മാമ്പഴം, എന്നിട്ട് വിര കയറൂല. എന്നിട്ട് ഛർദ്ദിച്ചപ്പോൾ ഞാനേ എൻ്റെ അപ്പനെ ആശ്വസിപ്പിക്കാൻ വരുവാന്ന് ഓർത്തു. ഛർദ്ദിച്ചുകൊണ്ടിരുന്ന എന്നെ പൊക്കി തിരിച്ചെടുത്തിട്ട് ഒരൊറ്റ കയറ്. അങ്ങനെ എൻ്റെ അപ്പൻ്റെ ആശ്വാസിപ്പിച്ചത്. എൻ്റെ ദൈവമേ, അതൊരു ജന്മം കഷ്ടമാണ്. അങ്ങനെ എന്തോ ഒരു അടിയാൻ കൊണ്ടിട്ടെന്ന് പറയാം. 599 രൂപ സിൽക്ക് ഷോൾ. വിത്ത് ലൈനിങ് അല്ല, സെമി സിൽക്കിൻ്റെ ബോട്ട്. ഈ കാണുന്ന ചക്കപ്പഴവും കുറവാണ്. കൂഴച്ചക്കപ്പഴമാണ് എനിക്കിഷ്ടം. കഷ്ടപ്പെട്ട് ഒരു കൂഴച്ചക്കയുടെ പ്ലാവിൻ്റെ തൈയൊക്കെ മേടിച്ചു വെച്ചാൽ എനിക്ക് കുറേ മരം വെട്ടി കുറേ കൂഴച്ചക്കപ്പഴത്തിൻ്റെ തൈ മേടിച്ചു വെക്കണം. ബഡ് 1.5 വർഷം കഴിയുമ്പോൾ കായ്ക്കുമല്ലോ. 599 രൂപയുള്ളൂ. വർത്താനം കേട്ടോണ്ടിരുന്ന തുണി കിട്ടൂലോ. പെട്ടെന്ന് ബുക്ക് ചെയ്തു. നല്ല സെറ്റല്ലേ 599 ഇത്. ഈ വിലയ്ക്ക് ഇത് സൂപ്പറാട്ടോ. ഷോളും ഇങ്ങനെ വർക്കുണ്ടല്ലോ. രൂപയുള്ളേ. വെറും
അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നിട്ടിട്ട് പോണതിന് മുമ്പ് ഒന്ന് ഷെയറൊക്കെ ചെയ്യാം. ഞങ്ങളുടെ സമ്മാനം കിട്ടും. അത് കൂടാണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.